4 വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ഓർമ്മയായിട്ട് ഇന്ന് 4 വർഷം തികയുന്നു. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ആധുനിക കേരളത്തെ വാർത്തെടുത്ത ലീഡർക്ക് ഒരു സ്മരണാഞ്ജലി. അതിവേഗത്തിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടു കെ കരുണാകരൻ. കൊടിവെച്ച കാറിൽ ആ മുഖ്യമന്ത്രി ചീറിപ്പായുമ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. എന്നാൽ കരുണാകരന്റെ പാച്ചിലിനൊപ്പം കേരളം വളരുകയായിരുന്നു ബഹുദൂരം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ അതിന് ഭരണപരമായ എന്തെങ്കിലും കാര്യം തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ആ തടസ്സം മാറ്റി പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രാവർത്തികമാക്കുന്നതിനും സ്വീകരിച്ച എൻ്റെ നിലപാടാണ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, ഗോശ്രീ പാലങ്ങൾ, കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയം ഇവയെല്ലാം കരുണാകരന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തതായിരുന്നു. കടുത്ത വിമർശനങ്ങളും സിവിൽ കേസുകളും മറികടന്ന് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു ഇവയെല്ലാം. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, പരിയാരം മെഡിക്കൽ കോളേജ്, കായംകുളം താപനിലയം, കോഴിക്കോട് ഡീസൽ നിലയം, ഏഴിമല നാവിക അക്കാദമി തുടങ്ങിയ പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കരുണാകരൻ മുഖ്യ പങ്കുവഹിച്ചു. ഒരു കാര്യം, ഇന്നിപ്പം കേരളത്തിന്റെ ഈ വികസനത്തിന് വലിയൊരു സംഭാവന ചെയ്തെന്നാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ടൂറിസം വികസിപ്പിക്കുക, ഒരു കേരളത്തിലെ ഏത് വികസനം അതിന്റെ ഫയലെടുത്ത് തപ്പി നോക്കുക, തീരുമാനങ്ങൾ പരിശോധിക്കുക. അതിന്റെ പിന്നിൽ കരുണാകരന്റെ കൈയുണ്ട്. കരുണാകരന്റെ കൈ ഉണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. നിയമത്തെ ചിലപ്പോൾ അദ്ദേഹം അതിന്റെ വഴിക്ക് വിട്ടില്ല. പല വികസന പദ്ധതികൾക്കും വേണ്ടി നിയമത്തെ തന്റെ വഴിക്ക് തിരിച്ചുവിട്ടു. ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കാൻ പ്രായോഗിക സമീപനം സ്വീകരിച്ചു. പ്രധാനമന്ത്രി ആരെന്ന് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്ന സ്വാധീനം ഇതിനായി വിനിയോഗിച്ചു. സ്വകാര്യവൽക്കരണം അതിർത്തിക്കപ്പുറമായിരുന്നൊരു കാലത്ത് അങ്ങനെ സ്വകാര്യ പങ്കാളിത്തത്തോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നു. പ്രവാസികൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഈ എയർപോർട്ട്. നിരവധി പേർക്ക് ഓഹരി പങ്കാളിത്തവും ലഭിച്ചു. ഗൾഫ് മലയാളികൾക്ക് വേണ്ടി കരുണാകരന്റെ സംഭാവനകളെ പ്രവാസി സമൂഹം നന്ദിയോടെ സ്മരിക്കുന്നു. പ്രവാസികളുടെ സമ്പത്ത് കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടാക്കുകയും ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് UAE ഘടകം ജനറൽ സെക്രട്ടറി പുന്നയ്ക്കൻ മുഹമ്മദ് അലി ഇന്നും കിട്ടുന്ന തരത്തിലേക്ക് ഒരു നിക്ഷേപമാക്കി മാറ്റാൻ, അതോടൊപ്പം തന്നെ അദ്ദേഹം UAE സന്ദർശിക്കുന്ന വേളയിൽ ഒറ്റവട്ടെ സന്ദർശിച്ചിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ അദ്ദേഹം UAE-ലെത്തിയ ഉടനെ, ദുബായിലെത്തിയ ഉടനെ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സാധാരണക്കാരായി താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്, ലേബർ ക്യാമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ, അത് എനിക്ക് സന്ദർശിക്കണമെന്ന് അന്ന് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ സംഘാടകരോട് പറഞ്ഞ നേതാവ് ശ്രീ കെ കരുണാകരനാണ്. അദ്ദേഹം ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും അവരുടെ യാതനകൾ, വേദനകൾ മനസ്സിലാക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ കെ കരുണാകരൻ. രാജൻ കേസ്, പമോലിൻ കേസ്, ചാരക്കേസ് ഇതിന്റെ പേരിലെല്ലാം കെ കരുണാകരനെ വീഴ്ത്തി, വളരെ ഗുരുതരമായി തന്നെ. പക്ഷേ നിറചിരിയിൽ, ഒരു കണ്ണിറുക്കിൽ പ്രശ്നങ്ങളെ മറികടന്ന് കണ്ണോത്ത് കരുണാകരൻ എന്ന ലീഡർ ശക്തനായി തിരിച്ചു വന്നു, രാഷ്ട്രതന്ത്രത്തിനൊപ്പം വികസന മന്ത്രവുമായി. ദുബായ് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, റേഡിയോ മാംഗോ 96.2.